നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ജില്ലയിൽ ഇത്തവണ 61,758 പുതിയ വിദ്യാർത്ഥികൾ വിവിധ വിദ്യാലയങ്ങളിലായി പ്രവേശനം നേടിയിട്ടുണ്ട്. 7.46 ലക്ഷം വിദ്യാർത്ഥികൾ ജില്ലയിൽ പഠനം നടത്തുന്നുണ്ട്. വിവിധ പരിപാടികളോടെയാണ് വിദ്യാർത്ഥികളെ ഓരോ സ്കൂളുകളും വരവേറ്റത്. ജില്ലയിലെ പ്രവേശനോത്സവം കൊണ്ടോട്ടി മുതുവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PV റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ചെറിയ ക്ലാസ്സിൽ വന്നു ചേരുന്ന, 1ാം ക്ലാസ്സിൽ വന്നു ചേരുന്ന അല്ലെങ്കിൽ പ്രീ പ്രൈമറി ക്ലാസ്സിൽ വന്നു ചേരുന്ന കുട്ടികളാണ് പ്രവേശനോത്സവം. മറ്റുള്ളവരെ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളാണ്. പുതുതായിട്ട് സ്കൂളിലേക്ക് വന്ന കുട്ടികളെയാണ് കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, വരവേൽക്കുക. അവരാണ് നമ്മുടെ അതിഥികൾ. നമ്മുടെ ജില്ലയിൽ 61,758 കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയതായിട്ട് കാണുന്നത്. നമുക്കറിയാം, സമ്പൂർണ്ണ വഴിയാണ് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത്. സമ്പൂർണ്ണ എന്നുള്ള പോർട്ടൽ വഴിയാണ്. ഏതാണ്ട് 61,758 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ ചേർന്നിട്ടുള്ളത്. ഏകദേശം 7.46 ലക്ഷം കുട്ടികൾ മൊത്തം 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്, നിലയിൽ പഠിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ ലഭ്യമാവുകയുള്ളൂ. നമുക്കറിയാം, UID അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവേശനമാണ് കുട്ടികൾക്ക്. ആധാർ നമ്പർ അനുസരിച്ചാണ് കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഇത്തവണ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് പഠിപ്പിക്കുന്നത്. 10 വരെ വിദ്യാർത്ഥികളെ എല്ലാ ക്ലാസുകളിലും ജയിപ്പിച്ചുവിടുന്ന ഓൾ പാസ് സമ്പ്രദായം നിർത്തലാക്കി. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും 30% മാർക്ക് ലഭിച്ചവരെ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് വിജയിപ്പിക്കുകയുള്ളൂ. സബ്ജക്ട് മിനിമം പദ്ധതി 5 മുതൽ 10 വരെ ക്ലാസുകളിൽ നടപ്പിലാക്കും. പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 ആഴ്ചത്തെ ബ്രിഡ്ജ് കോഴ്സുകൾ നൽകും. ഇത്തവണ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 9:45 മുതൽ 4:15 വരെയായി പഠന സമയം ഉയർത്തി. UP ക്ലാസുകളിൽ 2 ശനിയാഴ്ചയും ഹൈസ്കൂൾ ക്ലാസുകളിൽ 6 ശനിയാഴ്ചയും അധിക ക്ലാസുകൾ എടുക്കും. ഇതോടൊപ്പം ഓണപരീക്ഷ ഒഴിവാക്കി പകരം 2 ടേമുകളിലായി പരീക്ഷകൾ നടത്തും. എല്ലാ മാസവും കൃത്യമായി ടെസ്റ്റ് പേപ്പറുകൾ നടത്തി വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി വിലയിരുത്തുകയും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക ക്ലാസുകൾ നൽകുകയും ചെയ്യും. മുതുവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവത്തിൽ SSK മലപ്പുറം DPC T അബ്ദുൾ സലീം അധ്യക്ഷനായി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നവാഗതരായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിലെ LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. മലപ്പുറം DEO ജോസ്മി ജോസഫ് സ്വാഗതം പറഞ്ഞു. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വഗീസ് K, ജില്ലാ കോർഡിനേറ്റർ K മുഹമ്മദ് ഷെരീഫ്, അരീക്കോട് BPC K രഞ്ജിത്ത്, സ്കൂൾ ഹെഡ് മാസ്റ്റർ M അബൂബക്കർ, PTA പ്രസിഡന്റ് K രാമകൃഷ്ണൻ, SMC ചെയർമാൻ റഹ്മത്തുള്ള, പ്രിൻസിപ്പൽ V അബ്ദുൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. എയർ 1 കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി.